അപ്പോൾ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ലാഗ് അടിക്കാണ്ട് ഫസ്റ്റ് വീഡിയോക്ക് പോകാം. ആദ്യം നമുക്ക് ഈ വൈറ്റാണ് സോൾവ് ചെയ്യേണ്ടി വിചാരിച്ചോളെ. ഈ വൈറ്റ് സോൾവ് ചെയ്യണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നോക്കുക. നേരെ ഓപ്പോസിറ്റ് ഏതാളുള്ളത് യെല്ലോ ഉണ്ടാകുക. വൈറ്റിൻ്റെ എല്ലാ ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ഉണ്ടാകുക. അപ്പോൾ ഈ യെല്ലോ എടുക്കുക. ഈ യെല്ലോക്ക് ഈ ഒരു കോണ് സെൻട്രലിലെ ക്യൂബ് ഇതിട്ടല്ലോ ഈ കട്ടകൾ അടക്ക വൈറ്റ് എത്തിക്കണം. അവിടെ മാത്രം വൈറ്റ് എത്തിക്കണം. ആ വൈറ്റുന്ന വൈറ്റ് പറഞ്ഞാൽ ഒന്ന് ഈ സെൻട്രലിലെ വൈറ്റ് മാത്രം അടുത്തു. ഈ രണ്ടെണ്ണം വരുന്ന വൈറ്റില്ലേ ആ വൈറ്റ് മാത്രമേ അടുത്തുള്ളൂ. വേറൊന്നും നോക്കണമല്ല. അപ്പോൾ ഈ നാളിൽ നോക്കി വെക്കുക. ഒന്നത് പിന്നെ ഉള്ളത് ഇന്നതും. അപ്പോൾ അങ്ങനെ അടുത്തെയാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഇത് സുഖമാണ്. ഇത് നേരെ അങ്ങോട്ട് തിരിച്ചാൽ ഇവിടെത്തി. പിന്നെ ഉള്ളത് വെച്ചാൽ ഇതാണ്. ഇത് നേരെ ഇങ്ങോട്ട് എടുത്തേക്ക് ആദ്യം. ശേഷം ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. നേരെ അങ്ങോട്ട് തിരിച്ചാൽ ഇവിടെത്തി. ദെൻ ഇതാണ് എത്താനുള്ളത്. ഇതും സിമ്പിളാണ്. നേരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതും ഇവിടെത്തി. ഇതിനുള്ള ഒറ്റ വൈറ്റ് കൂടിയുണ്ട്. അത് അവിടെ ഉണ്ട്. അത് സിമ്പിൾ. നേരെ അങ്ങോട്ട് തിരിച്ചാൽ ഇത് ഭാഗത്തനാണുള്ളത്. അപ്പോൾ നേരെ ഭാഗത്തായ കൊണ്ട് നേരെ ഇവിടെ എത്തിച്ച് ഇനി ഇവിടേക്കായ കൊണ്ട് ഇവിടേക്ക് തിരിച്ചാൽ ഒന്നും ചെയ്യണമല്ല. അപ്പോൾ ആ 4 ഭാഗത്തും ഇതുകൊണ്ട് വൈറ്റ് എത്തി. ഇനി നോക്കേണ്ടി വെച്ചാൽ പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് വൈറ്റ് ഇനി ടെക്നിക്കൊന്നുമില്ല ഇത് എത്തിക്കാൻ. ഇത് നമ്മൾ ലോജിക്ക് വെച്ച് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് എത്തിക്കണമെന്നില്ല. വെറുതെ ആട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കുമ്പോൾ അത് ആനെ എത്തിക്കോളൂ. അത് ഇതിങ്ങനെ തിരിച്ച് നോക്കുക. അത് ഈ ഇത് മാത്രം വെച്ചിട്ട് ഇതിങ്ങനെ തിരിക്കുക, പിന്നെ ഇതിങ്ങനെ തിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കുറേ കൂടി തിരിയുമ്പോൾ ഇവിടെ എത്തിക്കിട്ടും. ഈ സ്റ്റേജ് കുറച്ച് ഫസ്റ്റ് ബിഗിനേഴ്സിന് ലേശം കഷ്ടപ്പാടുണ്ടാവും. അത് നോക്കണ്ട. ശേഷം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കളറ് ഇപ്പോൾ ഈ ഓറഞ്ച് അല്ല, ഈ വൈറ്റിൻ്റെ അപ്പുറത്ത് ഓറഞ്ചാണ്. ഈ ഓറഞ്ച് ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇവിടെ ഓറഞ്ച് വേണ്ട, ഇത് ഇവിടെ എത്തിച്ച് ശേഷം ഈ ഇവിടെ പിടിച്ച് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക. ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് മറ്റേ വൈറ്റ് ഓപ്പോസിറ്റ് വൈറ്റിൻ്റെ അടുത്ത് കൊണ്ടാക്കണം. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചാൽ ഇവിടെ എത്തും. കണ്ടോ, ഇവിടെ എത്തി. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് പച്ച കൊണ്ടാക്കണം. പച്ച കൊണ്ടുവച്ച് ഇനി അതുപോലെ തന്നെ തിരിച്ചാക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബ്ലൂ ഉണ്ടാക്കുക. ബ്ലൂ എത്തി. അതുകൊണ്ട് തിരിക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇനി റെഡ് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ റെഡ് അടിച്ച് തിരിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ഓക്കെ. ഇപ്പോൾ ഇത് ഇനി 3 കൂടി ഫില്ലാവുന്നുണ്ട്. അതാ ഒന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ. ഇതെങ്ങനെ എത്തിക്കുകയെന്ന് വെച്ചാൽ ഒരു റൈറ്റ് ഹാൻഡ് മൂവും ലെഫ്റ്റ് ഹാൻഡ് മൂവ് എന്ന സംഭവമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അത് ഞാൻ ജസ്റ്റ് ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ട് ബാക്കി പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വൈറ്റിൻ്റെ അടുത്തുള്ള ഏതാ ഈ ബ്ലൂ അല്ലേ. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ ഫേസ് കൊണ്ടുവരണം. ഇതിൻ്റെ ഫേസ് പറഞ്ഞതാണ് ബ്ലൂ ഇതല്ലേ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ എത്തി. അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഇത് എപ്പോഴും അങ്ങനെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാവും. ഇത് ലെഫ്റ്റിലായതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് മൂവ് ഉണ്ട്. അതൊരു ഈ ഒരു പരിപാടി. അതായത് ഇങ്ങനെ എടുക്കുക. ഇതിനാണ് ലെഫ്റ്റ് ഹാൻഡ് മൂവ് അറിയാം. അപ്പോൾ ഇടത്തെ ഭാഗത്തായതുകൊണ്ട്, അതായത് ഇപ്പോൾ ഇത് നേരത്തെ ഇടത്തെ ഭാഗത്തായതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മൂവ് അറിയും. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലെഫ്റ്റ് ഹാൻഡ് മൂവ് റൈറ്റ് ഹാൻഡ് മൂവ് എന്നുള്ളൊരു ലിങ്ക് ഞാൻ കൊടുത്തിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കയറി ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, അത് കണ്ടു വന്നു വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടു വന്നോലാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇതിപ്പോൾ ടോപ്പിലുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇപ്പുറത്തെ കളർ നോക്കി ചെയ്യാമെന്ന്. അപ്പോൾ ഇതങ്ങനെ ചെയ്യൂല. അപ്പോൾ എന്ത് ചെയ്യുക, വെറുതെ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുക. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലാണുള്ളത്. അപ്പോൾ വെറുതെ ഇവിടെ ആയതുകൊണ്ട് ഈ റൈറ്റ് ഹാൻഡ് മൂവ് വെറുതെ ഒന്ന് ചെയ്യുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ഇവിടെ എത്തിയാലും സെയിം സ്റ്റെപ്പ് റൈറ്റ് ഹാൻഡ് മൂവ് വെറുതെ ഒന്ന് ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടണം. അപ്പോൾ അത് കിട്ടാത്തതും കൊണ്ട് തന്നെ താഴത്തായത് കൊണ്ട് റൈറ്റ് ഹാൻഡ് മൂവ് ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായി, ഇവിടെ എത്തി. ഇതിൻ്റെ അപ്പുറത്ത് പച്ചൻ്റെ അപ്പുറത്തെത്തി. അപ്പോൾ ഈ പച്ചനായത് കൊണ്ട് പച്ചയെ കൊണ്ടുവയ്ക്കണം. പച്ച ഇവിടെ ഉണ്ട്. അപ്പോൾ നേരത്തെ ഈ കളറ് ലെഫ്റ്റ് ലൈനിൽ, ഇപ്പോൾ റൈറ്റിലാണുള്ളത്. അപ്പോൾ റൈറ്റിലായത് കൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് മൂവാണ് ചെയ്യേണ്ടത്. നേരത്തെ കണ്ട് പഠിച്ചതെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി കണ്ട് പഠിച്ചതാണെങ്കിൽ പെട്ടെന്ന് കഴിയും. അതിന് ജസ്റ്റ് ഒരു കുറേ വട്ടം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഇതാ ലെഫ്റ്റ്, ഇപ്പോൾ ഇത് റെഡിൻ്റെ ഫേസിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇത് ലെഫ്റ്റിലുള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് മൂവാണ് ചെയ്യേണ്ടത്. ഇതാ അപ്പോൾ അത് സോൾവായി. ഇനി നമ്മൾ ചെയ്യാനുള്ള സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയർ സിമ്പിളാണ്. ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ ഈ യെല്ലോ ആണല്ലോ ഇവിടെ ഉള്ളത് മുകളിൽ. അപ്പോൾ ഇവിടെ യെല്ലോ ഇത് യെല്ലോ ഇല്ലാത്ത നോക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു കട്ടയിൽ ഈ 4 കട്ട മാത്രം നോക്കിയാൽ കേട്ടോ. ഈ കട്ട ഇത് മാത്രം നോക്കിയാൽ. ഇതിൽ യെല്ലോ ഇല്ലാത്ത നോക്കുക. ഇതിൽ യെല്ലോ ഉണ്ട്. ഇതിൽ ഇവിടെ യെല്ലോ വന്നാലും മതി കേട്ടോ. യെല്ലോ ഇവിടെ വന്നാലും മതി. ഇതിൽ ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. ഇത് യെല്ലോ അല്ല, ഇവിടെ യെല്ലോ. അപ്പോൾ ഈ 2 കട്ട നമുക്ക് എടുക്കാം. കാരണം ഇതിലിടെ യെല്ലോ ഇല്ല. ഈ കട്ട ഇതിപ്പോൾ ഇവിടെ നോക്കുക.
ഈ പച്ചയെ തന്നെ അപ്പോൾ ഉള്ളത്. അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളി. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഇത് പച്ച ഈ ഭാഗം പച്ച, അപ്പോൾ പച്ചയെ കൊണ്ടുവെക്കുക. പച്ചയെ കൊണ്ടുവച്ച ശേഷം ഈ റെഡ് മോളുടെ കളർ നോക്കുക. അത് ഇതിൻ്റെ നേരെ മോളുടെ കളർ അത് റെഡാണ്. അപ്പോൾ റെഡാകുമ്പോൾ റെഡ് ലെഫ്റ്റ് അല്ല ഉള്ളത്, ഈ കട്ടൻ്റെ പച്ചൻ്റെ ലെഫ്റ്റിനാണ് റെഡ് ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് കൊണ്ടുവരുത്, നേരെ ഓപ്പോസിറ്റ് വേണം കൊണ്ടുപോകാൻ. അതിപ്പോൾ അടുത്ത കട്ടായാലും അപ്പോൾ അടുത്ത പ്രാവശ്യമായാലും ആ ഭാഗത്തേക്ക് കൊണ്ടുവരുത്, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഈ കളർ മുകളിൽ ഗ്രീൻ റെഡ് ആയതുകൊണ്ട് ഇത് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു കട്ട പോയി പോകുമ്പോൾ അടുത്ത് ഓക്കെ, അതായത് ഈ വൈറ്റ് പോയി. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ റൈറ്റിൽ ഇതുണ്ട്, അതായത് ഇതിൻ്റെ പുറത്ത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ അതിനൊന്നുകൂടി ചെയ്യാം. അത് എല്ലാ കട്ട മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സംഭവം ചെയ്യാണ്ടാവും കേട്ടോ. അപ്പോൾ റൈറ്റിലായതുകൊണ്ട് റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുക, മേലോട്ട് കയറ്റുക, ലെഫ്റ്റ് എടുക്കുക, പിന്നെ മേലോട്ട് ഒരു താഴെ എടുക്കുക, പിന്നെ ലെഫ്റ്റ് കയറ്റുക. ആ കട്ടോട് സോൾവ് ആയേ. ഇനിയുള്ളത് അടുത്ത് നോക്കുക. അടുത്ത് നോക്കുമ്പോൾ ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല. അപ്പോൾ ഈ ഓറഞ്ച് എടുക്കുക. ഓറഞ്ചിൻ്റെ ഫേസ് കൊണ്ടുവെക്കണം. ഇത് ഓറഞ്ച് ആയതുകൊണ്ട് ഓക്കെ. ഓറഞ്ച് കൊണ്ടുവച്ചിട്ട് മുകളിൽ പച്ച ഇടത്തേ ഭാഗത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോ, ഇടത്തേ ഭാഗത്താകുമ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാക്കണം, വലത്തേ ഭാഗത്ത് കൊണ്ടുവച്ച് ശേഷം ഇവിടെ പച്ച ആയതുകൊണ്ട് പച്ച ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുക. ലെഫ്റ്റിലായത് കൊണ്ട് കേട്ടോ, പച്ച ഇപ്പോൾ ലെഫ്റ്റിലായത് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുക. പിന്നെ ഇത് പോവും. പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടല്ലോ റൈറ്റ് ഹാൻഡ് മൂവ്, പിന്നെ ചെയ്യാം. അപ്പോൾ ഈ പച്ച ഫില്ലായി. ഇനിയുള്ളത് വെച്ചാൽ ഇവിടെ യെല്ലോ ഇല്ലാത്തത്, ഇതിൽ യെല്ലോ 3 യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ ഇത് 3 പറ്റൂല. ഇനി ഇതാ പറ്റുക. ഇത് അപ്പോൾ മുകളിൽ ഫേസ് തന്നെയാണുള്ളത്, ബ്ലൂവിൻ്റെ ഫേസ് തന്നെയാണുള്ളത്. അപ്പോൾ റെഡുള്ളത് റൈറ്റിലാണ്, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കൊണ്ടുപോകാം. അതായത് നേരത്തെ റെഡ് ഇപ്പോൾ റൈറ്റിലായത് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ആയത് കൊണ്ട് ലെഫ്റ്റ് കൊണ്ടുപോയി. എന്നിട്ട് മുകളിൽ റെഡ് ആയത് കൊണ്ട് റെഡിന് റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാം, റെഡ് റൈറ്റിലായത് കൊണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ റെഡ് ഒന്ന് വിടത്തി, ബ്രൈറ്റ് വിടത്തി, വൈറ്റ് ഇവിടേക്ക് തന്നെ എത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുവെക്കുക, നേരെ ഇവിടെ ഉണ്ട് ഓക്കെ. അപ്പോൾ ഇവിടെ ഫില്ലായി. ഇതൊക്കെ ഫില്ലായി. ഇതൊന്നൂടി അല്ലോട്ടോ നമുക്ക് ചെയ്യാം. അത് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. അപ്പോൾ 4 യെല്ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 4 യെല്ലോ ഉണ്ട്, പിന്നെ ഒന്നും ചെയ്യേണ്ട. ഇത് റൈറ്റിലായതുകൊണ്ട് ഈ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുക. ഇത് അപ്പോൾ എന്തായി, പിന്നെ ഈ റെഡ് ഇവിടായി. അപ്പോൾ ഇത് നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്താൽ അത് വിടത്തല്ലോ, ഒന്നുകൂടി ചെയ്യാത്. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രം, ഇത് 3 യെല്ലോ ഉണ്ടാവും. ഇതിന് യെല്ലോ ഉണ്ട്, ഇതിന് യെല്ലോ ഉണ്ട്, ഇതിന് യെല്ലോ ഇല്ല. അപ്പോൾ ഇതെടുത്തുകൊണ്ട് ഓറഞ്ച് കൊണ്ടുവയ്ക്കുക. ഓറഞ്ച് കൊണ്ടുവെക്കുമ്പോൾ ബ്ലൂ ആണ് മുകളിൽ. ബ്ലൂ റൈറ്റിലായതുകൊണ്ട് ലെഫ്റ്റ് കൊണ്ടുപോകും നമ്മൾ ഓപ്പോസിറ്റ്. എന്നിട്ട് ഇവിടെ ബ്ലൂ ആയതുകൊണ്ട് മുകളിലത്തെ ബ്ലൂ ആയതുകൊണ്ട് ഈ ബ്ലൂ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുക. ശേഷം ഇവിടെ ഒന്ന് തെറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് പിന്നെ തന്നെ ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്തു. ഓക്കെ. ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ നോക്കി ചെയ്യണം. ഇതെപ്പോഴും മാറിപ്പോയിട്ട് ഇത് ബേസ് അടിയിൽ തന്നെ വെക്കണം. ശേഷം ഈ ഏതെങ്കിലും ഒരു ഫേസ് എടുക്കുക, ഏതെങ്കിലും ഒരു പാമ്പ് പിടിക്കുക, അങ്ങനെ ഇഷ്ടമുള്ള. ഇനിയിപ്പോൾ ഇത് വെക്കണം, ഇത് വെക്കണം, ഏതെങ്കിലും എടുക്കുക. ഞാൻ ഇപ്പോൾ ഓറഞ്ച് എടുത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ടോപ്പ് കിട്ടേണ്ടത്. അതായത് ഏറ്റവും മുകളിൽ ഈ ഒരു ഫിഷിൻ്റെ ആകൃതിയിൽ ഇപ്പം കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് കിട്ടണം. അത് ഈ വീഡിയോയിൽ ചെയ്യാൻ മറന്നുപോയതാണ് കാണിക്കാൻ. അപ്പോൾ ടോപ്പ് കാണിക്കാൻ മറന്നുപോയതാണ്, അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്, ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ കിട്ടിക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുക. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പോണത്. ഓറഞ്ച് എടുത്തിട്ട് ഫസ്റ്റ് ഈ റൈറ്റിലെ സാധനം ഒന്ന് റൈറ്റ് എടുക്കുക. ശ്രദ്ധിക്കണ്ട, എപ്പോഴും ഒന്ന് റൈറ്റ് എടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ പിടിച്ചാൽ ഈ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇങ്ങനെ പിടിച്ച് കാണിച്ചാൽ ഇത് റൈറ്റ് എടുക്കുമ്പോൾ ഇത് നോട്ടീസ് ചെയ്തേക്കുക. ഇത് മേലോട്ട് എടുക്കുക. ശേഷം ഇത് നേരെ അപ്പുറത്തുള്ള അടുത്ത് കേട്ടോ, അതൊന്ന് മേലോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് റൈറ്റിക്ക് തട്ടുക, അതായത് ലെഫ്റ്റിക്ക് തട്ടുക. ലെഫ്റ്റിക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മളിത് മേലോട്ട് എടുത്ത ചിലപ്പോൾ രണ്ടാമത് പിന്നെ താഴെ ഇട്ടേക്കുക. അതിന് ആവശ്യമില്ല, താഴെ ഇട്ടേക്കുക. അത് അവിടെ ഇട്ടേ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വൈറ്റ് ഇവിടെ എത്തിയല്ലോ, അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവച്ചേക്കുക. അത് നമ്മൾ നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് റൈറ്റ് ഇങ്ങനെ തട്ടുക. അപ്പോൾ 3 ഫില്ലായി. അപ്പോൾ നേരെ താഴോട്ട് ഇറക്കിയാൽ എന്തായി, ഇതിവിടെ ഫില്ലായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും.
അപ്പോൾ നേരത്തെ ഇങ്ങനെ ഷേപ്പ് കിട്ടിയെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഷേപ്പ് കിട്ടും. അത് ഈ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഈ ഒരു 9 മണീൻ്റെ ക്ലോക്കിൽ നോക്കുമ്പോൾ 9 മണിയൊക്കെ കാണിക്കില്ല, ഏകദേശം ആ ഒരു ഷേപ്പ് എടുക്കുക. ആ ഷേപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അങ്ങനെ കിട്ടിയാൽ കണ്ടിന്യൂ ചെയ്യാൻ നേരെ സ്റ്റെപ്പ് വെപ്പാൻ ഒന്ന് മേലോട്ട് എടുക്കുക, അതിന് നേരെ ബേക്കത്ത് ഒരണക്കം മേലോട്ട് എടുക്കുക, ഒന്ന് റൈറ്റ് എടുക്കുക, റൈറ്റ് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് ലെഫ്റ്റിക്ക് തട്ടുക. ലെഫ്റ്റ് തട്ടിയിട്ട് ഈ പഴയത് പിന്നെ നമ്മൾ ഫസ്റ്റ് രണ്ടാമത് എടുത്ത് ബാക്കോട്ട് തട്ടിയതിലോട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഇത് പിന്നെ യോജിപ്പിക്കുക, അങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാലും സെയിം സ്റ്റെപ്പിനെ ഫോളോ ചെയ്യട്ടതാ. റൈറ്റ് എടുക്കുക, നേരെ ബേക്കിൽ നിന്ന് റൈറ്റ് എടുക്കുക, മേലോട്ട് തട്ടുക, അത് ലെഫ്റ്റിക്ക് തട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് താഴോട്ട് ഇടുക, അതിട്ട് പിന്നെ ഇത് ഒന്നുകൂടി ഈ വൈറ്റ് പിന്നെയും 3 തന്നെ ആക്കുക. ഇതാ നമുക്ക് കിട്ടേണ്ടതാ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടണം. അതായത് ഈ ഒരു ഫിഷിൻ്റെ ആയിട്ടുള്ള ഫിഷ് എന്ന് പറയാനുള്ള റീസൺ ഇതാ. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഫിഷിൻ്റെ മോഡലല്ലേ കണ്ടിട്ട് ലളിത ഇങ്ങനെ കൊണ്ടുവെക്കുക. ഇങ്ങനെ കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ പിടിക്കണം. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ ഒരു ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ 2-3 തരത്തിൽ കിട്ടും. അതായത് ഒരു സ്റ്റാർ കിട്ടും. ഇതുണ്ടാവില്ല, ഇങ്ങനെ സ്റ്റാർ മാത്രം കിട്ടും. ചിലപ്പോൾ ഇതൊക്കെ ഫില്ലായിട്ട് ഇതൊക്കെ ഫില്ലാവും, ഇതും ഫില്ലാവും. ഇത് രണ്ടും മാത്രം ഫില്ലാവാണ്ടാവും. ഒക്കെ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ അടക്കം ഞാൻ ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ കിട്ടിയാലും ഒന്നുമില്ല, നമ്മൾ റൈറ്റ് ഹാൻഡ് മൂവ് തന്നെ ചെയ്താൽ മതി. സിമ്പിൾ പരിപാടിയാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവസാനം എത്തിക്കിട്ടേണ്ടത് ഈ ഒരു ഇതിലാണ്. ഇങ്ങനെ എത്തിക്കിട്ടണം എങ്ങനെ പോയാലും. ഇങ്ങനെ എത്തിക്കിട്ടിയാൽ നമുക്ക് ബാക്കി മുമ്പോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എത്തിക്കിട്ടേന്ന് ചെയ്യാനുള്ള വെച്ചാൽ ഇങ്ങനെ പിടിക്കാം. എപ്പോഴും ഇങ്ങനെ പിടിക്കണം. ഈ 2 മേലോട്ടായിട്ട് ഇത് നമ്മളെ മേലെ ഇങ്ങനെ ലെഫ്റ്റ് കയറ്റും പിടിക്കണം. ശേഷം ഇത് റൈറ്റ് ഒന്ന് എടുക്കുക, റൈറ്റ് ഒന്ന് കയറ്റുക. എന്നിട്ട് ഒറ്റ വട്ടം ലെഫ്റ്റിക്ക് തട്ടുക. അപ്പോൾ ഈ റൈറ്റ് കയറ്റ് പിന്നെ താഴോട്ട് തന്നെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഒന്നുകൂടി ലെഫ്റ്റിക്ക് എടുക്കരുത്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ലെഫ്റ്റിക്ക് തന്നെ എടുക്കുക. റൈറ്റിക്ക് ഒന്നാക്കിയത് ലെഫ്റ്റിക്ക് തന്നെ ഒന്നും എടുക്കുക. എന്നിട്ട് ഇപ്പോൾ താഴോട്ട് ഇറക്കിയ ശേഷമല്ലേ അപ്പോൾ പിന്നെ മേലോട്ട് കയറ്റുക. പിന്നെ 2 വട്ടം പിന്നെ ലെഫ്റ്റ് കയറി തട്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്നിട്ട് പിന്നെ ഇത് 3 എണ്ണമായല്ലോ, പിന്നെ ബാക്കോട്ട് ഇറക്കിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് തന്നെ 2-3 വട്ടം കാണുക. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ റൂബിക്സ് ക്യൂബ് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, 2-3 വട്ടം തന്നെ കാണുക. പിന്നെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഈ ഫിഷ് തന്നെ വരും കണ്ടോ. അപ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ അങ്ങനെ തന്നെ വരും, രണ്ടാമതും അങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടി ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോയിക്കുന്നോന്ന്. അത് ഈ 2 ലെയർ തെറ്റിക്കാൻ നോക്കണം. 2 ലെയർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കട്ട നോക്കി ചെയ്യുന്ന പരിപാടി ഒന്നുകൂടി ചെയ്തെങ്ങാണ്ട് അത് റെഡിയാക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കട്ട ഒന്നൊക്കെ മാറിപ്പോവും. ഈ ഒന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ഇവിടെയും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് നാളെ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ നാളെ യെല്ലോ ഇല്ലാത്തത് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫിഷ് എടുക്കുക. ഈ ഫിഷ് എടുത്ത് നേരത്തെ ഇതൊന്നും ചെയ്യുക. ഒന്ന് റൈറ്റ് എടുക്കുക, പിന്നെ ലെഫ്റ്റിക്ക് മുകളിൽ തട്ടുക, പിന്നെ ഈ മേലോട്ട് എടുത്ത് താഴോട്ട് തന്നെ എടുക്കുക, പിന്നെ ഒന്നുകൂടിയും ലെഫ്റ്റ് തട്ടുക, പിന്നെ ഒന്നുകൂടി ഇത് മേലോട്ട് എടുക്കുക. പിന്നെ 2 വട്ടം ഇത് നോക്കുമ്പോൾ 2 വട്ടം ലെഫ്റ്റ് തട്ടുമ്പോൾ ഇത് ഒന്നാവും. ഇത് ഒന്നായി കഴിഞ്ഞാൽ ബാക്കോട്ട് എടുക്കുക. ഇപ്പം എന്ത് കാണാം, മോൾ ഭാഗം ഫിനിഷായി. മോൾ ഭാഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഒരു ഇക്വേഷൻ പരിപാടിയൊക്കെയാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറ്റേത് കാണിച്ചു തരാം. ഇത് വേറെ രീതിയിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഒന്നുകൂടി ഇത് തെറ്റിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ സ്റ്റാർ വന്ന്, നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാർ വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്റ്റാർ വരും. അപ്പോൾ അടിയത്തും തെറ്റിയില്ല കേട്ടോ. അപ്പോൾ സ്റ്റാർ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. മേലോട്ട് കയറ്റുക, ബാക്കിൽ നിന്ന് എടുക്കുക, ലെഫ്റ്റിക്ക് തട്ടുക, ബാക്ക് താഴോട്ട് തന്നെ ഇറക്കുക, പിന്നെ ഇത് ബാക്കോട്ട് തന്നെ ഇറക്കി വെച്ചിട്ട് ഇവിടെ കയറ്റുക. അപ്പോൾ അതങ്ങനെ വരും. അപ്പോൾ വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞോണേ ഈ ഒരു ഷേപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് ആ സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്യാം. ഞാൻ സ്പീഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്പീഡ്. പിന്നെ ഇങ്ങനെ വന്നാലും ഇങ്ങനെയൊക്കെ വന്നാലും എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്പ് തന്നെ പിന്നെ ചെയ്യാം കേട്ടോ. ഞാൻ സ്പീഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഓൾറെഡി. പിന്നെ സ്റ്റാർ വന്നു, ഒന്നുകൂടി അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇത് വന്നു,
അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് തന്നെ വരിക. അതായത് നിങ്ങളിപ്പം ചെയ്ത് തന്നെ ഒരു ഫോർമാറ്റ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ഒന്ന് തിരിച്ചു പിടിക്കുക. അതായത് ഇങ്ങനെ തന്നെ വന്നിട്ട് 2-3 വട്ടം ചെയ്തിട്ടും ഫിഷ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫിഷോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് സംഭവം വരുന്നില്ല, ആകൃതിയിൽ വരുന്നില്ലെങ്കിൽ ഒന്ന് തിരിക്കുക, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ആ ഫോർമാറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ വരാനുള്ളത് ഇതാണ്. ഇത് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തന്നെ പിടിക്കണം. അതായത് 2 റൈറ്റിൽ 2 ഫില്ലായിക്കണം, പിന്നെ നടുവത്ത് ഒന്ന് ഫില്ലായി ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ കുറേ വട്ടം ഫില്ലിട്ടോ നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ വരാൻ മതി. അപ്പോഴും ഇങ്ങനെ പിടിച്ച് ചെയ്യാം. റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 വട്ടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ 2 വട്ടം ഒരേ ഫോർമാറ്റിൽ തന്നെ, ഇതിപ്പോൾ 2 വട്ടം വന്നില്ലേ, 2 വട്ടം വന്ന് ഒരേ ഫോർമാറ്റിൽ തന്നെ വരിക. അതായത് ഇത് ഫിഷ് കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ഒന്ന് മാറ്റി പിടിക്കുക, ഒന്ന് തിരിച്ച് പിടിക്കുക, എന്നിട്ട് ചെയ്യുക ഇനി. ഓക്കെ, ഇപ്പം ഫിഷ് കിട്ടി, കണ്ടോ. അപ്പോൾ 2 വട്ടം ചെയ്തിട്ട് നമുക്ക് ഫിഷ് കിട്ടുന്നില്ലാണ്ടെങ്കിൽ ഒന്ന് ക്യൂബ് ഒന്ന് തിരിച്ച് പിടിച്ചാൽ മതി. അപ്പം നമ്മൾ വേഗം കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്താൽ മതി. നേരത്തെ ഇനിയിപ്പോൾ ഇത് ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ പോയതിൻ്റെ ബാക്കിയിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ അതാ നമ്മളിത് ഫില്ലാക്കി വന്നിക്കണ്. ഇനി ചെയ്യാനുള്ള വെച്ചാൽ നിങ്ങളെന്ത് ചെയ്യുക വെച്ചാൽ ഇതൊന്ന് തിരിച്ച് നോക്കുക. അത് ഇതിപ്പോൾ ഓൾറെഡി 3 ബ്ലൂ ഫില്ലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ഈ ബ്ലൂ ഫില്ലായിരിക്കും ഇവിടെ കൊണ്ടുവെക്കുക. ബ്ലൂ ഫില്ലായിട്ടോ. അപ്പോൾ നോക്കുക, ഏതെങ്കിലും ഫില്ലായിരിക്കണമെങ്കിൽ അതിന് മാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ തിരിച്ചാൽ കാണാൻ പറ്റുക, നേരെ ബ്ലൂ ഫില്ലായിരിക്കും ബ്ലൂ കൊണ്ടുവെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബ്ലൂ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ്റെ ഇത് വീഡിയോ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇക്വേഷന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഫേസാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്, അതായത് നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് ഫേസ്. അപ്പോൾ ആ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫേസ് തിരിക്കാൻ പറഞ്ഞാൽ ഇതാണ് തിരിക്കേണ്ടത്. ഓക്കെ, ആദ്യം മനസ്സിലാക്കുക. ഫേസ് തിരിക്കാനുള്ള കാണിക്കുമ്പോൾ ഇക്വേഷനിൽ ഫേസ് എന്ന് കാണിക്കുമ്പോൾ ഇതാണ് തിരിക്കേണ്ടത്. ഇനി ഫേസിന് നേരെ ഓപ്പോസിറ്റാണ് ബാക്ക് വരിക. അപ്പോൾ ബാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റുള്ളത്. ബാക്ക് തിരിക്കാൻ പറഞ്ഞാൽ ഇതാണ് തിരിക്കേണ്ടത്. അപ്പോൾ ഇത് തിരിക്കുമ്പോൾ ബാക്ക് തിരിയും, കേട്ടോ. ബാക്ക് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റിലാണ് തിരിക്കേണ്ടത്. ഇനി അപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പാണല്ലോ, മുകളിലാണല്ലോ. മുകളിൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാണുന്നതിൻ്റെ മുകളിലത്തെ ഇത്. അപ്പോൾ അപ്പ് മനസ്സിലായില്ലേ, അപ്പ് ഇത് മാറിപ്പോരുത്, അപ്പ്. പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് വരിക. ഓക്കെ, റൈറ്റ് പറഞ്ഞാൽ വലതേ ഭാഗത്തുള്ളത്. അപ്പോൾ കാണുമ്പോൾ വലതേ ഭാഗത്തുള്ള ഇതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇനി ഇത് ക്ലോക്ക് വൈസും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് ക്ലോക്കിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ക്ലോക്കിൻ്റെ വെയിറ്റ് കിട്ടും ക്ലോക്ക്. അപ്പോൾ ക്ലോക്ക് വൈസ് അറിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ വലത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ക്ലോക്ക് വൈസ് വരുമ്പോൾ നമ്മളും. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഇങ്ങനെ വരുമ്പോൾ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇത് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇനി അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇനി ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഫേസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കും, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കും. റൈറ്റ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കും, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കാം. ശേഷം ബാക്ക് 2 ടൈംസ് എന്നൊക്കെ പറയും. ബാക്ക് 2 ടൈംസ് പറയുമ്പോൾ ബാക്ക് 1 2. ഓക്കെ, മനസ്സിലായോ? അതായത് ബാക്ക് 2 ടൈംസ് പറഞ്ഞാൽ ഇതാണ് ബാക്ക് വരുന്നത്, നേരെ ഓപ്പോസിറ്റ്. ബാക്ക് 1 ബാക്ക് 2 ടൈംസ്. അപ്പോൾ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, വേറൊന്നുമില്ല. മെയിനായിട്ട് പഠിക്കേണ്ടത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻഡ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കില്ലേ, ഫേസും റൈറ്റും ഇതൊക്കെ മനസ്സിലാക്കില്ലേ.
ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ഇക്വേഷൻ വെച്ചാണ് ഇനി ചെയ്യേണ്ടത്. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഓപ്പോസിറ്റ് പിടിക്കണം. ഇത് നേരെ കൊണ്ടുവച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കണം എപ്പോഴും. ഇത് ഫില്ലായത് ചിലപ്പോൾ ഇത് മൊത്തം ഫില്ലായി ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഇത് ഒന്നേ ഫില്ലായി ഉണ്ടാവും. ലൈക്ക് ഇതിലൊറ്റൊന്നുമില്ല. ചിലപ്പോൾ ഈ രണ്ടെണ്ണം ഈ ഒറ്റൊന്നും മാത്രം ഇത് ഒഴിച്ചും കണ്ട് ബാക്കിയൊക്കെ ഫില്ലായിട്ടുണ്ടാവും. ഈ 8 ഫില്ലായി ഉണ്ടാവും. ഈ 9 ഫില്ലായി ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. ഈ 9 ഫില്ലായത് 8 ഫില്ലായത് വെക്കുക. ഇങ്ങനെ വെക്കുക. ഇതൊക്കെ 7 ഫില്ലായുള്ളൂ. ചിലപ്പോൾ ഇത് 2 ഫില്ലായിട്ടുണ്ടാവും. ഇത് മാത്രമേ ഫില്ലാത്തതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ഏറ്റവും കൂടുതൽ ഫില്ലായതോ അത് നേരെ ഓപ്പോസിറ്റ് വെക്കുക. എന്നിട്ട് ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുക. ഇക്വേഷനിൽ നിങ്ങൾക്ക് ഈ 1 എന്ന് കൊടുത്തതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ 6 അടുത്ത് 1 കൊടുത്തോ, യുവിൻ്റെ അടുത്ത് 1 എന്ന് കൊടുത്തൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസും ഈ 1 എന്ന് കൊടുക്കാത്തത് ക്ലോക്ക് വൈസും ആട്ടോ. ഓക്കെ, നമ്മൾ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫേസ്, പിന്നെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ബാക്ക് 2 ടൈംസ്. ദെൻ റൈറ്റ് എടുക്കണം. റൈറ്റ് എടുക്കുക. ശേഷം ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. നേരെ ക്ലോക്ക് വൈസ് തിരിച്ച്. അപ്പോൾ ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച്. ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് തിരിച്ച്. ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് എടുക്കണം. റൈറ്റ് പറഞ്ഞാൽ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കണം. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട്. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ബാക്ക് 2 ടൈംസ്. ബാക്ക് ഇത് നമ്മളെ ബേസ്. അപ്പോൾ ബാക്ക് നേരെ അടി വരും. ഇത് 2 വട്ടം തിരിക്കുക. എന്നിട്ട് പിന്നെ റൈറ്റ് എടുക്കണം. റൈറ്റ് 2 ടൈംസ്. ഇപ്പം എന്താ സംഭവിച്ചത് നിങ്ങൾക്ക്? സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ കളറിനും 2 തല കാണാൻ പറ്റും. ഇങ്ങനെ 2 തല, 2 ഒരേ കളറായിരിക്കും. അത് നേരെ കൊണ്ടുപോകാണ്ട് ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ ഏതാണുള്ളത്, 2 ഏതാണുള്ളത് അതിൻ്റെ ദിവസം കൊണ്ടുവയ്ക്കുക. ഇനി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാതാ കണ്ടോ, നടുവത്ത് വെച്ച് ബാക്കിയൊക്കെ ഫില്ലായിരിക്കും. ഇനി അഥവാ ഇങ്ങനെ ആയില്ല, കൂട്ടിക്കോളി ഇങ്ങനെ ആയില്ല. അങ്ങനെ ആണെങ്കിൽ എന്താ വെച്ചാൽ ഒന്നുകൂടി സെയിം ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഇങ്ങനെ കിട്ടണം നമുക്ക്. ഏത് ചിലപ്പോൾ ഒരു ഭാഗം ഫുൾ ഫില്ലായിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ ഒരു ഭാഗം ഫുള്ള് ഫില്ലായിരിക്കും, ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയും വരും. ഒരു ഭാഗം മാത്രം ഫില്ലായി വരും, ബാക്കിയൊക്കെ അത് മുണക്കിടക്കും. അപ്പോൾ ഇങ്ങനെ വന്നൊക്കെ കഴിഞ്ഞാലും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തൊരു ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ കണ്ടത് നമ്മൾ മുകളിലെ റൈറ്റ് 2 ടൈംസ് അപ്പ്, റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, പിന്നെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതും കുറച്ച് ലെങ്ത്തുള്ളതാണ്, നേരത്തെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, സിമ്പിളാണ്. ഇത് 2 വട്ടങ്ങൾ ചെയ്ത് നോക്കുക. അതായത് പേപ്പറിൽ എഴുതി, നേരത്തെ പറഞ്ഞ തന്നെ പേപ്പറിൽ എഴുതുക. എന്നിട്ട് 2 വട്ടം വെറുതെ ഇങ്ങനെ ചെയ്യുക. അതായത് ഇതിങ്ങനെ ക്യൂബ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ കൈമേൽ ഓട്ടോമാറ്റിക് നമുക്ക് ആ ഒരു തലച്ചോറ് ഇങ്ങനെ സേവ് ആവും. ഇതിങ്ങനെ ചെയ്യേണ്ടത് കൈ താനായിട്ട് മൂവ് ആയിക്കോളും കുറച്ച് കഴിയുമ്പോൾ, കുറേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇത് പഠിക്കാൻ ഒരു എളുപ്പമായി ഞാൻ വീഡിയോയുടെ അവസാനം എന്തായാലും പറഞ്ഞുതരാം. ഇത് പഠിക്കാനുള്ള ഇതിന് ഒരു എളുപ്പമുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള, അതായത് നമുക്ക് ചെയ്യാനുള്ള അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. എളുപ്പമായി എന്ന് പറഞ്ഞത് മനപ്പാടാക്കാനുള്ള എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തൊരു എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ആവുകയാണെങ്കിൽ ചെയ്തോളൂ. ഞാൻ ലാസ്റ്റ് കൊടുക്കാം എന്തായാലും. അപ്പോൾ ഇതും നമ്മൾ ഒരു ഭാഗം ഫില്ലായിക്കുന്നല്ലോ. ആ ഫില്ലായ ഭാഗമാണ് നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് പിടിക്കുക. ഇത് റൈറ്റ് 2 ടൈംസ് അപ്പ്, റൈറ്റ് അപ്പ്. ഇനിയുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഓക്കെ, ഇനി ഒരു അപ്പ് നേരെ ലെഫ്റ്റ് തട്ടുക, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇപ്പോൾ ഇത് ഫിനിഷായി. പക്ഷേ ചിലപ്പോൾ ഇത് ഫിനിഷായി ഉണ്ടാവില്ല. പിന്നെ നേരത്തുള്ള സെയിം തന്നെ നേരത്തുള്ളവൻ തന്നെ വരും. അതായത് ഇവിടെ ഒന്ന് മാത്രം ഫില്ലാവാണ്ട്. അപ്പോഴും ഈ സെയിം ഇക്വേഷൻ തന്നെ ഒന്നുകൂടി ചെയ്താൽ മതി. അപ്പം താനേ ശരിയായിക്കോളും. ചെയ്ത് കഴിഞ്ഞാൽ റൂബിക്സ് ക്യൂബ് ഇത് ശരിയായിരിക്കുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാന്നുള്ളത് ഞാനൊക്കെ കുറേ കാലം ആഗ്രഹിച്ച് നടന്നതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാണ്. എന്തായാലും ഒരു 2 ദിവസം നിങ്ങൾ നല്ലോണം മാക്സിമം ട്രെയിൻ ചെയ്യേണ്ടി വരും. ഏകദേശം ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 4 ദിവസം അടുപ്പിച്ചെടുത്തിട്ട് ഞാൻ ഒറ്റയടിക്ക് പഠിച്ചാണത്. അപ്പോൾ അതിൽ 4 ദിവസം കൂട്ടിയാലും അവരിപ്പോൾ ഹവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 22-20 മണിക്കൂറൊക്കെ ഞാൻ ഇതിനായിട്ട് കുത്തിരുന്നുണ്ടാവും. ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചെടുത്താണ്. അതായത് നമ്മളിങ്ങനെ ഈ സ്പീഡായി വരുന്നത് ഞാൻ ടോട്ടലിൻ്റെ ഒരു 2.28 സെക്കൻഡ് കൊണ്ട് ഞാനിത് സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്.
അത് പഠിച്ചതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്കും ഇത് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് പഠിച്ച് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി, നമ്മൾ തീർത്തിരുന്നതായിരിക്കും.